വടകര അയ്യപ്പ സേവാ സംഘം ശ്രീ ഭഗവതി കോട്ടക്കൽ ക്ഷേത്ര സന്നിധിയിൽ നടത്തുന്ന 20ാമത് അയ്യപ്പൻ വിളക്കിന് തുടക്കമായി. വെള്ളിയാഴ്ച രാവിലെ നിർമ്മാല്യം, മഹാഗണപതി ഹോമം, അഖണ്ഡനാമജപം, ധാരികവധം തോറ്റം എന്നിവ നടന്നു. വൈകിട്ട് ഗുരുപൂജ, വിശേഷാൽ ദീപാരാധന, തായമ്പക, വലിയ വട്ടളം ഗുരുതി തർപ്പണം, അയ്യപ്പസ്വാമിയെ കുടിയിരുത്തൽ, ഭഗവതിയുടെ ചുറ്റുവിളക്ക് എന്നിവ നടക്കും. ശനിയാഴ്ച ഗണപതി ഹോമം, കലശമെഴുന്നള്ളിപ്പ്, അയ്യപ്പസ്വാമി എഴുന്നള്ളിപ്പ്, വിളക്കുപൂജ, മേളം, കോമരനിയോഗം, നാഗപ്പാട്ട്, അന്നദാനം, തായമ്പക, പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. അവസാന ദിവസമായ ഞായറാഴ്ച പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, പൊലിപ്പാട്ട്, തിരിയൊഴിച്ചിൽ, അയ്യപ്പനും വാബനും തമ്മിലുള്ള വെട്ടും തടവും, കല്ലാട്ടം, ഗുരുതർപ്പണം എന്നിവ നടക്കും. വടകര അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളായി ഭഗവതി കോട്ടക്കൽ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തിവരുന്ന മണ്ഡല മഹോത്സവം അയ്യപ്പൻ വിളക്ക് ഇപ്പോൾ ദേശവിളക്കായിട്ടാണ് ആഘോഷിക്കുന്നത്. ഇത് 20ാമത് ദേശവിളക്കാണ്. ഇന്ന് മഹാഗണപതി ഹോമത്തോടുകൂടി ഈ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അഖണ്ഡനാമജപം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തോറ്റമുണ്ട്, വലിയ വട്ടണം ഗുരുതിയുണ്ട്, ചുറ്റുവിളക്കുണ്ട്. ഇന്ന് എല്ലാം അമ്പലത്തിലെ പരിപാടിയാണ്. നാളെയാണ് അയ്യപ്പൻ വിളക്കിൻ്റെ പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. നാളെ 10,000 പേർക്ക് അന്നദാനം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം പാലക്കൊമ്പ് ഘോഷയാത്ര ഇവിടെ നിന്നും ആരംഭിച്ച് തൈവളപ്പിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതും അവിടെ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് തിരിച്ച് ഭഗവതി കോട്ടക്കൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ്. അതിനുശേഷമാണ് അയ്യപ്പൻ വിളക്കിൻ്റെ പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. വടകര അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 20ാമത് അയ്യപ്പൻ വിളക്കാണ് ഇന്ന് ഭഗവതി കോട്ടക്കൽ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നത്. വർഷങ്ങളായി അയ്യപ്പ സേവാ സംഘത്തിൻ്റെ നല്ല പ്രവർത്തനത്തിൻ്റെ ഒരു തുടർ ഭാഗമായിട്ടാണ് ഈ 20ാമത് അയ്യപ്പൻ വിളക്ക് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് മഹാഗണപതി ഹോമത്തോടുകൂടി ആരംഭിച്ച ചടങ്ങുകൾ നാളെ അയ്യപ്പൻ വിളക്കിലേക്ക് കടക്കുമ്പോൾ അയ്യപ്പൻ വിളക്കിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മറ്റൊരു ശബരിമലയായി മാറുകയാണ് നാളെ ഭഗവതി കോട്ടക്കൽ ക്ഷേത്ര സന്നിധി. അതിൽ എല്ലാവിധ ചടങ്ങുകളും അതിലേറ്റവും സുപ്രധാനമായാണ് 10,000 പേർക്ക് പ്രതീക്ഷിക്കുന്ന അന്നദാനം. വർഷങ്ങളായി നടത്തുന്ന 10,000 പേർക്ക് നടക്കുന്ന അന്നദാനം വളരെ നല്ല രീതിയിൽ മേശയിൽ ഇലയിട്ട് സദ്യ രൂപത്തിലാണ് ഇന്നുവരെയും കൊടുത്തത്. ഈ വർഷവും അത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് ഏറ്റവും കാരണമാകുന്നത് ഇവിടെ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന വളണ്ടിയേഴ്സാണ്. അന്നദാനത്തിൽ അത്രയും പേർക്ക് വിളമ്പിക്കൊടുക്കാൻ സന്നദ്ധരായി ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തരെ ഞങ്ങൾക്ക് ചെയ്യുന്ന സേവനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഒരു ഇതുമില്ലാതെ വർഷങ്ങളായി സഹായിക്കുന്ന ഭക്തർ, വടകര ദേശത്തെ ഭക്തരുടെ സഹായ സഹകരണം കൊണ്ട് ഒന്ന് മാത്രമാണ് ഈ പരിപാടി വിജയിക്കുന്നതും ഏറ്റവും സന്തോഷകരമായൊരവസ്ഥയിലാണ് ഞങ്ങൾ ഈ വർഷം 20ാമത് അയ്യപ്പൻ വിളക്ക് നടത്തുന്നത്. ഈ ക്ഷേത്ര സന്നിധി അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ സാധിച്ചു. കാരണം ദീർഘദർശിയായിരുന്ന രഘുനാഥ് ഗുരുസ്വാമിയുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ ക്ഷേത്രത്തിനടുത്ത് ഒരു മഠം നിർമ്മിക്കുക എന്നുള്ളത്. അയ്യപ്പന്മാർക്കായി ഒരു മഠം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് അയ്യപ്പ സേവാ സംഘം. അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ഭക്തജന അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ എല്ലാ പരിപാടിയിലും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത അതേ രൂപത്തിൽ ചെയ്ത് നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്